ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു 8ൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ടോ. 8ൻ്റെ പറയാൻ പറ്റില്ല, അപ്പം 16ൻ്റെ പണി തന്നെ ആയിട്ട് കിട്ടിയിരിക്കണ്. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനും ഉണ്ടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ മൂത്ത മോനാട്ടോ. അവൻ്റെ കവിളിൽ ക്ലാസ്സിൽ ഏതോ കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത്ര. അപ്പോൾ തല വന്നിട്ട് അടിച്ചതാണ്. അപ്പോൾ ഇതാണ്ടോ കവിളൊക്കെ ആകെ വീങ്ങി വീർത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഡോക്ടർ എത്തിയിട്ടില്ല. ഇന്നലെ രാത്രി ഒന്നും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വേദന ഉണ്ട് പറഞ്ഞു. പിന്നെ നീല കളറ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ മോളും കേട്ടോ. കേട്ടപ്പോൾ ഇവിടെ ആൾക്കാർ വന്നപ്പോൾ അങ്ങനെ ഫോൺ ഓഫാക്കിയതാണ്. അപ്പോൾ ഇനി ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പറയാം കേട്ടോ. ഡോക്ടർ വന്നിട്ടില്ല, അപ്പോൾ വരുന്നുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കണേ. പിന്നെ ഇവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഓന് യൂണിഫോം ഇട്ടിട്ടാണ് വന്നിക്കണത്. പല്ലുവേദന എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരു കയറിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ കേട്ടോ. അവന് ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. ഇവന് പറഞ്ഞാൽ ക്ലാസ്സിന് പോകണില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ ഇരുത്തിക്കാട്ടോ. അവനക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. എനിക്ക് ഇവൻ്റെ മുഖമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണിച്ചെടുത്ത ഇതട്ടോ. ഇവിടെ എങ്ങനെയാണ് നീല കളറ് കയറിയിരിക്കണം കേട്ടോ. മറ്റാൾ വാശി പിടിച്ചിട്ട് ഇക്കാൻ്റെ മേത്ത് കയറി നിൽക്കുകയാണ്. അപ്പം ഇനി ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. വീഡിയോ ഇടാത്തതിന് ആരും ഒന്നും വിചാരിക്കരുത്. ഓരോരോ കാര്യങ്ങളായതുകൊണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വരുന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. പെട്ടെന്നല്ലേ, കുട്ടികളെ കാര്യങ്ങളല്ലേ, എന്തൊക്കെ ആവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് ഇടണമെന്ന് വിചാരിച്ചതേന്ന്. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ലീവാണ്. അപ്പോൾ ഇന്ന് എടുത്ത് ഇടണം വിചാരിച്ചതേന്ന്. പക്ഷെ നടന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ സോറി ചോദിക്കുക കേട്ടോ. അവൻ്റെ അതൊന്ന് കാണിച്ച് നാളെ നമുക്ക് എന്തായാലും ഇടട്ടോ ബാക്കി പാർട്ട്. അപ്പം ഇനി ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ കാണിച്ചറിഞ്ഞിട്ടോ. ഡോക്ടർ പറഞ്ഞത് വലിയ കുഴപ്പമില്ല, ഇടിച്ച പ്രഷറിൽ വീങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുളിക പുറത്തുനിന്നുണ്ട് കേട്ടോ. അതവിടെ കിട്ടൂല പറഞ്ഞു, വീക്കത്തിൻ്റെ. അപ്പോൾ അതും വാങ്ങണം. പിന്നെ വേദനക്കുള്ള മരുന്നും കാര്യങ്ങളും അതും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്ക് നല്ല വേദന ഉണ്ട്. അപ്പോൾ വേദനൻ്റെ ഗുളിക കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇനി മരുന്നും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പോകാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോർ കയറി കേട്ടോ. പക്ഷേ അവിടെ ആ ഗുളിക കിട്ടൂല, അവിടെ കുപ്പിമരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയുടെ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ മരുന്ന് ഷോപ്പ്. അവിടുന്ന് വാങ്ങി നേരെ പോന്നു കേട്ടോ.